ഷോപ്പിലെ ചിക്കൻ ബിരിയാണി കുട്ടൻ ബിരിയാണി വേറെ ലെവലാണ്. നമ്മൾ ഫോളോവർ പറഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നാട്ടോ. എന്തായാലും വന്ന സ്ഥിതിക്ക് 2 ബിരിയാണി ഓരോ പ്ലേറ്റാണ് പറഞ്ഞത്, ചിക്കനും ഒരു കുട്ടനും. ആദ്യം വന്ന സംഭവം അച്ചാർ പ്ലേറ്റ് കച്ചമ്പറൊക്കെ പാട്ട് ഒരു പ്ലേറ്റ് ഇങ്ങോട്ട് വന്ന്, പിന്നെ നമ്മൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബിരിയാണി സാധനമൊക്കെ വന്നിട്ടോ. അത്യാവശ്യം റഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉച്ച ടൈം ആയതുകൊണ്ട് പിന്നെ തിരക്കുണ്ടാവില്ല. എന്തായാലും അങ്ങനെ കാത്തിരിപ്പിന് വരാൻ വേണ്ടി നമ്മുടെ പ്ലേറ്റിൽ ബീഫ് ബിരിയാണി എടുത്ത് തട്ടിട്ടാ. ബീഫ് ബിരിയാണിയിൽ ഇതുപോലെ 2 വലിയ പീസാണ് വരുന്നത്. നമ്മൾ എന്തായാലും ഹാഫാണ് ഓർഡർ ചെയ്ത്, 2 ഹാഫായിട്ട് ഓർഡർ ചെയ്ത്, ചിക്കനും ബീഫും ഹാഫാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇതേപോലെ 2 വലിയ പീസ് കുറച്ച് ടൈറ്റ് ആയിട്ട് തോന്നി എനിക്ക് മീറ്റ് കിട്ടും. പിന്നെ സമയം കഴിഞ്ഞാൽ അടുത്ത ബിരിയാണി നമ്മൾ ട്രൈ ചെയ്ത് ചിക്കൻ. പിന്നെ ഇവിടുത്തെ ചിക്കൻ ദം ബിരിയാണി അല്ല കേട്ടോ, പൊരി ബിരിയാണി അല്ല കേട്ടോ. അതങ്ങനെ തപ്പി നോക്കിയപ്പോഴാണ് ഒരു പീസ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, ബോണസായി കിട്ടിയ ചെറിയ പീസും പാടുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ ചിക്കൻ ബിരിയാണി ലെഗ് പീസും വന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത്. എനിക്ക് ചിക്കനും ബീഫും കഴിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചിക്കനാണ്. നോർമലി എനിക്ക് പൊരി ബിരിയാണി അത്ര ഇഷ്ടം, എന്നാലും ഇവിടുത്തെ ചിക്കൻ പൊരി ബിരിയാണി നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. ബീഫിനെക്കാട്ടി എന്തുകൊണ്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ചിക്കൻ്റെ പൊരി ബിരിയാണിയാണ്. അപ്പോൾ ലൊക്കേഷൻ വരെ നമ്മളെ കടുങ്ങാത്തോണ്ട് ബാഫൊക്കെ എത്തി ഇങ്ങനെ തൊട്ടടുത്തന്നെ കേട്ടോ ഈ ഹോട്ടൽ വരുന്നത്, ഹോട്ടൽ സൺലൈറ്റ്. നിങ്ങൾ ആരും ഇവിടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കൊണ്ട്, ഇതുപോലെ കിഡിൽ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ അറിയിക്കൊണ്ടിട്ടോ. അടുത്ത വീട്ടിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ ബായ്.